പട്ടിക ക്രമക്കേട് രാജ്യ തലസ്ഥാനത്തെ സ്തംഭിപ്പിച്ച് ഇന്ത്യ സഖ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് സംഘർഷഭരിതമായി. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണിതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, वन मैन वन वोट की लड़ाई है. इसीलिए हमें साफ प्योर वोटर लिस्ट चाहिए. മോദി ചോർഹെ മുദ്രാവാക്യവുമായി 300-ലേറെ എംപിമാരാണ് തെരുവിൽ അണിനിരന്നത്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ തത്സമയം ശരത് ലാൽ നമുക്കൊപ്പം ചേരുകയാണ്. ശരത് ലാൽ, രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം പോലീസ് അവിടെ നിന്ന് നീക്കിയിരിക്കുകയാണ്. എപ്പോഴാണ് മാർച്ച് ആരംഭിച്ചത്? എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കെ സി വേണുഗോപാലിനെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ്. അവിടെ ഇറങ്ങി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് കെ സി അടക്കമുള്ള കോൺഗ്രസിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ എംപിമാർ. മല്ലികാർജുൻ ഖർഗെയാണ്, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയാണ് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. नहीं चलेगी. പോത്തൻ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ പറ്റും. മല്ലികാർജുൻ ഖാർഗെ, ഇപ്പോൾ ഹരീഷ് ബീരാൻ, ഇവരെയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ഇപ്പോൾ അവരെയൊക്കെ പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. ഇപ്പോൾ നേരത്തെ രാഹുൽ ഗാന്ധിയും ഈ പോലീസ് സ്റ്റേഷനിലാണ്, പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് രാഹുൽ ഗാന്ധിയും ഉള്ളത്. ഏതായാലും നമുക്കിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, ഇന്ത്യ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇപ്പോൾ പാർലമെൻറ്റ് സ്ട്രീറ്റ് സ്റ്റേഷനിലാണ്. അവരെ അറസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ, കേരളത്തിലെ എംപിമാർ അടക്കമുള്ള എല്ലാ എംപിമാരും ഇവിടെയാണുള്ളത്. പാർലമെൻറ്റ് പോലീസ് സ്റ്റേഷനിലാണ്. ഓക്കെ, അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ എംപിമാരെ അവിടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ വെച്ചാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും അടക്കമുള്ളവർ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച കണ്ടത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള മുഴുവൻ എംപിമാരെയും അറസ്റ്റ് ചെയ്ത് അവിടേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനോടകം തന്നെ അവർക്ക് ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലാണ്. പാർലമെന്റ് പ്രധാനപ്പെട്ട ഒരു മാർച്ചിന്റെ അവസാനം, അതായത് ഈ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പാർലമെന്റിൽ നിന്നാണ് ഈ മാർച്ച് ആരംഭിച്ചത്. പഴയ പാർലമെന്റ് മന്ദിരത്തിനെ വലം വെച്ചുകൊണ്ടാണ് മാർച്ച് ആരംഭിക്കുന്നതായി കാണാനാകുന്നത്. അവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കായിരുന്നു ഈ മാർച്ച് നടന്നത്. ശരത് ലാൽ, കേൾക്കാമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും അവിടെ ഉയർത്തിക്കാട്ടിയത്? അവിടുത്തെ മുദ്രാവാക്യം, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരേ ഒരു മുദ്രാവാക്യം മാത്രമാണ് ഇവിടെ ഉന്നയിച്ചു. വോട്ട് ചോരി, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ വോട്ട് കച്ചവടം എന്നാണ് വ്യക്തമാക്കിയത്. ഏതായാലും നമുക്ക് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഉയർത്തിയത്. പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഒരുമിച്ചുള്ള ഒരു പോരാട്ടം, അതും ഒരു പ്രതിഷേധം, ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു അത്യപൂർവം എന്ന് തന്നെ വേണം പറയാൻ. ആം ആദ്മി പാർട്ടി പോലും പോത്തൻ ഈ പ്രതിഷേധത്തിൽ പങ്കാളികളായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. കാരണം ഇന്ത്യ ഐക്യത്തിൻ്റെ ഒരു ഐക്യമാണ് ഈ പ്രതിഷേധത്തിൽ പൂർണ്ണമായി കാണാൻ പറ്റിയത്. പോത്തൻ, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ്. കാരണം രാഹുൽ ഗാന്ധിയോടൊപ്പം ഉള്ള ഇന്ത്യയിലെ വോട്ട്, അതല്ലെങ്കിൽ ഈ വോട്ട്, ഈ ചോരി വോട്ട്, എല്ലാ ഭാഷയിലും ചോരി വോട്ട് എന്നുള്ള രീതിയിൽ ഒരേ ഒരു മുദ്രാവാക്യമാണ്. അത് വോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്തമുണ്ട്, നിഷ്പക്ഷത ഉറപ്പാക്കാത്തതുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കയ്യിലെ പാവിയായി പ്രവർത്തിക്കുന്നു എന്ന കാര്യങ്ങളാണ് പോത്തൻ ഇന്നും രാഹുൽ ഗാന്ധി ആവർത്തിച്ചത്. ഓക്കെ, രാഹുൽ ഗാന്ധി അത്തരം ആരോപണങ്ങൾ
ആവർത്തിക്കുകയാണ് ചെയ്തത്. എന്തായാലും വലിയ മാർച്ച്, വലിയ പ്രതിഷേധമാണ് ഡൽഹി കേന്ദ്രീകരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ നടന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഒരു സഖ്യകക്ഷിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ള ശക്തമായ ആരോപണം ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കൾ. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിയത്.